ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യാൻ ഡയറി. ക്രോഷ്യയിലെ ഏറ്റവും ചെറിയ സ്റ്റിച്ചായ സ്ലിപ്പ് സ്റ്റിച്ചിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഒട്ടും ഉയരവുമില്ലാത്ത രണ്ട് വശങ്ങൾ തമ്മിൽ യോജിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു വരി അവസാനിപ്പിക്കാനോ ആണ് നമ്മളിത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഏതൊരാൾക്കും വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇവിടെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഫസ്റ്റ് ചെയ്തു. ഇവിടെ 5 ചെയിൻ മാത്രമാണ് ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഫസ്റ്റത്തെ ചെയിനിലൂടെ ഹുക്കിനെ കടത്തി വിട്ടു. ഇവിടെ ഹുക്കിൽ 2 ലൂപ്പുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ഞാൻ 2 ലൂപ്പിലൂടെയും ഒരുമിച്ച് നൂലിന് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒന്നും കൂടെ കാണിച്ചു തരാം. നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്കിനെ കടത്തി വിട്ടു, യാൺ ഓവർ ചെയ്ത് ഒരുമിച്ച് 2 ലൂപ്പിലൂടെയും നൂലിനെ പുറത്തേക്ക് വലിച്ചെടുത്തു. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു വട്ടം കണ്ടാൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. 2 വശങ്ങളെ യോജിപ്പിച്ച് വെക്കാനും അതുപോലെ തന്നെ നമ്മളൊരു വർക്കിനെ അവസാനിപ്പിക്കുന്നതും ഈ ഒരു സ്റ്റിച്ചിലൂടെയാണ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.